നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. തലയ്ക്കുള്ളിൽ ബ്ലീഡിംഗ് ഉണ്ട്. പിന്നെ വയറിനുള്ളിലും മുറിവിലും ബ്ലീഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്പൈനൽ കോഡിലും ഡാമേജ് ഉണ്ട്. ഉടനെ തന്നെ ഓപ്പറേഷൻ ചെയ്യണം. അത്യാവശ്യമായി 25 ലക്ഷം രൂപ അടച്ചാലേ ഓപ്പറേഷൻ തുടങ്ങാൻ സാധിക്കും. ആക്ച്വലി ഞാൻ പറയുന്നത് നിങ്ങൾ സമാധാനത്തോടെ കേൾക്കണം. രാജുവിന്റെ തലയിലേറ്റ പരിക്ക് വളരെ ഗുരുതരമായിരുന്നു. കൺട്രോൾ ചെയ്യാനാവാത്ത വിധത്തിൽ ബ്ലഡ് പോയിക്കൊണ്ടിരുന്ന അവസ്ഥയിലാണ് രാജുവിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തത്. അതിനെന്താ ഡോക്ടറെ, വലിയ ഓപ്പറേഷൻ വല്ലതും വേണോ? പണത്തിന്റെ കാര്യമാണെങ്കിൽ ഡോക്ടർ മടിക്കാതെ പറഞ്ഞോ. എത്ര ലക്ഷമാണെങ്കിലും എന്റെ മകന് വേണ്ടി ഞാൻ കൊണ്ടുവരും. എത്ര ലക്ഷങ്ങൾ കൊണ്ടുവന്നിട്ടും ഇനി പ്രയോജനമില്ല ചേട്ടാ. ഞങ്ങൾ ശ്രമിക്കാവുന്നതിന്റെ പരമാവധി ശ്രമിച്ചു. രാജുവിന്റെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾക്കായില്ല. രാജു മരിച്ചു. ഐ എം സോറി. ഞാനത് വിശ്വസിക്കില്ല. എന്റെ മോനൊന്നും സംഭവിക്കില്ല. വേണോട്ടാ, ഇവര് കള്ളം പറയാ. നമ്മുടെ മോന് നമ്മളെ വിട്ടു പോവാൻ പറ്റുമോ? പ്രിയേ, ഇവര് നുണ പറയുന്നതാ. മേടിച്ചിട്ടാ, നമുക്ക് പോയി നോക്കാം. നമ്മുടെ മോൻ എവിടെയാന്ന് നമുക്ക് പോയി നോക്കാം. വാ. നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ? അവൻ പോയടി. നമ്മളെ വിട്ടുപോയി. ഞാനാ വിളിക്കുന്നത്. രാജു, 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 രാജുവിടെ. രാജു എന്താ പറ്റി? നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ. റിലാക്സ്. ഞാനെന്താ ഇവിടെ? രാജു ഇവിടെ. കുട്ടി ഇവിടെ തലകറങ്ങി വീണപ്പോ കുട്ടിയെ കൊണ്ടുവന്ന് ഇവിടെ കിടത്തിയതാ. താൻ കൊണ്ടുവന്ന പേഷ്യന്റ് അല്ലേ രാജു? അതെ. അയാൾക്ക് അത്യാവശ്യമായി ഒരു ഓപ്പറേഷൻ വേണം. ഓപ്പറേഷനോ? അതെ. സിസ്റ്റർ പറഞ്ഞു കാണുമല്ലോ ഓപ്പറേഷന്റെ കാര്യം. പറഞ്ഞു. തലയ്ക്കുള്ളിൽ ബ്ലീഡിംഗ് ഉണ്ട്. പിന്നെ വയറിനുള്ളിലും മുറിവിലും ബ്ലീഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്പൈനൽ കോഡിലും ഡാമേജ് ഉണ്ട്. ഉടനെ തന്നെ ഓപ്പറേഷൻ ചെയ്യണം. അത്യാവശ്യമായി 25 ലക്ഷം രൂപ അടച്ചാലേ ഓപ്പറേഷൻ തുടങ്ങാൻ സാധിക്കും. 25 ലക്ഷം? അതെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല ഡോക്ടർ, ഞാനുടനെ ക്യാഷ് അടയ്ക്കാം. കഴിയുന്നത്ര വേഗത്തിൽ ബില്ലടച്ച് ബില്ല് സിസ്റ്ററിന് കൈമാറണം. ശരി ഡോക്ടർ. ഓക്കെ. ഹലോ ഹലോ സലീമേ, കേൾക്കാൻ
ഇറങ്ങാവോ? ഇല്ല, ഞാൻ ഇറങ്ങാൻ തുടങ്ങുക. അതൊക്കെ വിശദമായിട്ട് വന്നിട്ട് പറയാന്നേ. ആ സലീമ, ഞാൻ അങ്ങോട്ട് വിളിക്കാട്ടോ. അയ്യോ, മാഡം ഇവിടെ എങ്ങനെ? ഞാൻ എന്റെ ഡ്രൈവറിനെ കൊണ്ട് അന്വേഷിപ്പിച്ചു വേണേട്ടാ. ഞാനിവിടെ വന്നത് വേണുവേട്ടന് ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ? അയ്യോ, മാഡം എന്താ ഇങ്ങനെയൊക്കെ പറയണത്? ദൈവങ്ങൾക്കൊപ്പേ പത്മാവതി മാഡത്തെയും വർമ്മ സാറിനെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. മാഡം ഈ ഉള്ളവനെ തെരഞ്ഞു വന്നതിലേ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ ഇവിടത്തെ സാഹചര്യങ്ങളൊന്നും ശരിയല്ല. അതാ ഞാൻ. മാഡം വാ, അകത്തേക്കിരിക്കാം. ഇത് വേണുവേട്ടന്റെ സ്വന്തം വീടാണോ? അയ്യോ ഇല്ല മാഡം, വാടകയ്ക്കാണ്. വർഷങ്ങളായി ഈ വീട്ടിൽ തന്നെ താമസിക്കുന്നതുകൊണ്ട് ഈ വീടിന് ഞങ്ങളെയും ഞങ്ങൾക്ക് ഈ വീട് സ്വന്തം പോലെയാണ്. മാഡം വാ. ഇരിക്കും മാഡം. ബുദ്ധിമുട്ടില്ലെങ്കിൽ വേണുവേട്ടൻ എന്നെ ഒന്ന് സഹായിക്കാൻ സാധിക്കോ? എന്താ മാഡം? എന്താണെങ്കിലും പറഞ്ഞോളൂ. വേണുവേട്ടൻ അറിയാലോ, വിവാഹപ്രായമാകുന്നവരെ എന്റെ മകൾക്ക് ആ വീട്ടിൽ സംരക്ഷണം ഉണ്ടായിരുന്നുള്ളൂ. പ്രതാപേട്ടന് അവൾക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് അംബികേച്ചിയുടെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കി കൊടുക്കണേന്ന് ഞാൻ ഒരുപാട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. പക്ഷെ ഫലം ഉണ്ടായില്ല. എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ തിരിച്ചു വന്നിരിക്കുന്നത്. ദീപക്കുമായിട്ടുള്ള അവളുടെ വിവാഹം നടന്നില്ലെന്ന് മുമ്പ് കണ്ടപ്പോ വേണുവേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. അവളുടെ കഴുത്തില് ഞാനിന്ന് കണ്ട താലി, നെറുകയിലെ സിന്ദൂരം. ആരാ വേണുവേട്ടൻ എന്റെ മകളെ വിവാഹം കഴിച്ചത്? ഞാൻ അന്വേഷിച്ചപ്പോ വേണുവേട്ടൻ ഇപ്പോ ആ വീട്ടിലെ ഡ്രൈവർ അല്ലെന്ന് അറിയാൻ കഴിഞ്ഞത്. പിന്നെ എങ്ങനെ എന്റെ മകളുമായിട്ട് വേണുവേട്ടൻ സൂപ്പർ മാർക്കറ്റിൽ വന്നത്? എല്ലാത്തിനുള്ള ഉത്തരം വേണുവേട്ടൻ എന്നോട് പറയുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വന്നത്. പറയേ വേണുവേട്ട. മാഡം, അത് ഞാൻ മാഡത്തോട് ഞാനെങ്ങനെ? എന്താ വേണുവേട്ട, എന്താ പ്രശ്നം? മാഡം, അത് ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.